Hey guys, welcome to my channel. അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഫിഫ മൊബൈലാണ് ഗായ്സ് EA സ്പോർട്സിൻ്റെ. അപ്പോൾ നമ്മൾ EA സ്പോർട്സിൻ്റെ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് യൂറോ ആണ് ഗായ്സ് കളിക്കാൻ പോകുന്നത്, അതും പോർച്ചുഗൽ ടീം. അപ്പോൾ നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഗായ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് ആകെ അറിയാവുന്ന രണ്ടുപേരെയാണ് ഗായ്സ്, ബെല്ലിംഗവും പിന്നെ ആരിത് വാൻഡിൻ ചെക്ക്. അപ്പോൾ ഗായ്സ് വാമപ്പാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും ഒന്ന് ലോഡായിക്കെ വരാൻ. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഗായ്സ് അപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകുന്നത് വേൾഡ് ക്ലാസ് ആണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലെ ലെവൽ. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകുന്നത് ലെജൻഡറി ആയിരിക്കും, ഏറ്റവും ഹയസ്റ്റ് ലെവൽ. അത് കഴിഞ്ഞിട്ട് സെമി പ്രോ, പ്രൊഫഷണൽ, അങ്ങനെ ഓരോന്നായിരിക്കും ഗൈസ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്ലേ എടുക്കാം, എന്നിട്ട് ടൂർണമെൻറ്റ്സിൽ പോയിട്ട് നമുക്ക് നമ്മുടെ യൂറോ 2024 ജർമ്മനി എടുക്കാം. അത് 40 ദിവസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഈ സ്പോർട്സ് മീൻസ് എന്താ പറയുക ഫിഫ മൊബൈൽ ആർക്കൊക്കെയാണ് ഉള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്നിട്ട് അടുത്തത് ഞാൻ ഏത് ടീമിനെ കൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് പറയണം കേട്ടോ ഗൈസ്. അപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് ആണ് ഫസ്റ്റ് ലെവൽ വേൾഡ് ക്ലാസിൻ്റെ. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. ഡൗൺലോഡായി ഗൈസ്. ഗൈസ് നമ്മുടെ ഫസ്റ്റ് അല്ല കേട്ടോ, കേട്ടറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ കളി തുടങ്ങാൻ പോകണം ഗൈസ്. പിന്നൊരു കാര്യം, നമ്മൾ ശരിക്കും ചെയ്യാൻ പോകുന്നത് കോൾ ഓഫ് ഡ്യൂട്ടിയും നമ്മുടെ ഗെയിംസ് കോൾ ഓഫ് ഡ്യൂട്ടിയും ഫ്രീ ഫയറും അതുപോലെ തന്നെ ഫിഫ മൊബൈലും ആയിരിക്കും. പിന്നെ വേറെ ഏതെങ്കിലും ഗെയിംസ് വേണമെങ്കിൽ പറയാം പിന്നെ എനിക്ക് സോണിക് ഫോഴ്സസ് ഒക്കെ ഉണ്ട്. ആ ഗെയിംസും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഏത് ഗെയിമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ആ ഗെയിം ഞാൻ കളിക്കുന്നതായിരിക്കും. നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഫ്രീ ഫയർ ആണെങ്കിൽ ബാറ്റിൽ റോയൽ ആണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ ബാറ്റിൽ റോയൽ തന്നെ കളിക്കും, കാരണം നിങ്ങളുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പോൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഇപ്പം നമ്മുടെ ജോർജിയ ടീമിലെ ആരോ പേര് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇതാ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഡ്രിബിൾ ചെയ്ത് പോവുകയാണ് ഗൈസ്. കിട്ടില്ല സ്കില്ല് ഗൈസ്. ഗൈസ് ആ ചാൻസ് പോയി ഗൈസ്. ക്രിസ്ത്യാനോ ഇതാ പായുകയാണ് ഗൈസ്. ഞാൻ വിചാരിച്ച് ഫസ്റ്റ് ഗോളായിരിക്കും, പക്ഷേ മിസ്സായി. അപ്പോൾ ഗൈസ് നമ്മുടെ ഒക്ടാവിയോയ്ക്ക് ബെർണാഡോ സിൽവ ക്രിസ്ത്യാനോയ്ക്ക് പാസ് ചെയ്തു. ക്രിസ്ത്യാനോ അത് കിടില്ല ഡ്രിബിളിങ് കൊടുത്തു, പക്ഷേ ആ ടീമേറ്റ് ഇല്ലായിരുന്നു, അതാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ നമ്മൾ ഗോൾ അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഗൈസ്. അപ്പോൾ എനിക്ക് ഗോൾ അടിക്കാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യണം. പിന്നെ ഒരു കാര്യം കേട്ടോ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇനി ഒരുപാട് കിടിലം വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്താൽ ഡണ്ണെന്ന് ഇടുക കമൻറ്റ് ബോക്സിൽ. ഓക്കെ ഗൈസ്, നമുക്ക് കളി കണ്ടിന്യൂ ചെയ്യാം. ക്രിസ്ത്യാനോ അത് കളഞ്ഞു ഗൈസ്. നമ്മൾ പാസ് കൊടുത്തു. ഗൈസ് പോയി ഗൈസ്. എങ്ങനെ അത് മിസ്സായല്ലേ? ചേട്ടാ ഇച്ചിരി പാടാണല്ലോ ഗൈസ്. അയ്യോ കിടിലൻ ഡ്രിബിളിങ്, തൊടാൻ പോലും പറ്റുന്നില്ല അല്ലേ ഗൈസ്. ഇവരുടെയൊക്കെ പേര് നമുക്ക് വായിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ, ഭയങ്കര പാടല്ലേ. അപ്പോൾ ഗൈസ് പെപ്പ ചെയ്താ ബോൾ പിടിക്കാൻ നടക്കാണ്, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ റൂബിൻ്റെ നമ്മുടെ ഡിയോഗോ കോസ്റ്റ നമ്മുടെ ഗോൾ കീപ്പർ അത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഹാഫ് ടൈം ആയി. അപ്പോൾ നമുക്ക് ഹാഫ് ടൈമിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ് ക്രിസ്ത്യാനോ ആണ് നമ്മുടെ കിക്ക് ഓഫിങ്. അപ്പോൾ കിക്ക് ഓഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടീമേറ്റ്സിന് റൂബിൻ ഡയസിന് പാസ് കൊടുത്ത്. ഇപ്പോൾ ഒക്ടേവിയോ ആണ്, പിന്നെ ക്രിസ്ത്യാനോയ്ക്ക് തന്നെയാണ് പാസ് കൊടുത്തത്. എവിടെയും പാസ്, എനിക്ക് ആ പാസിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ക്രിസ്ത്യാനോയുടെ ഇതിനകത്തെ സ്കില്ലെന്ന് പറയുന്ന ഒരു ഇതാണ് റെയിൻബോ ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ സ്ലൈഡ് ചെയ്ത് അത് ക്ലിയർ ചെയ്തു ഗൈസ്.
പക്ഷേ ബോൾ ഔട്ടായി. അപ്പം എതിർ ടീമിൻ്റെ ത്രോയിനാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ഗൈസ് ഇപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജ് ആണ് കളിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ റൗണ്ട് ഓഫ് 16 ആയിരിക്കും ഗൈസ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം റൗണ്ട് ഓഫ് 16 പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്ത് ഗൈസ്. ഇതിനിയും സ്റ്റോപ്പ് ആവാൻ വെറും ഓ ഗൈസ് അത് പോയി ഗൈസ്. ചാൻസ് അങ്ങ് മിസ്സായി ഗൈസ്. ഗുഡ് പീസ് ഓഫ് ഡിഫെൻഡിങ്. ഓ ഗൈസ് നമ്മുടെ ക്രിസ്ത്യാനോ ഇതാ ഫ്രീ കിക്ക് അടിക്കാൻ പോവാ ഗൈസ്. പ്രാർത്ഥിക്കുക ഗൈസ്, നമുക്ക് ഈ ഒരു ഫ്രീ കിക്ക് കിട്ടുമെന്ന്. ഇതാ ക്രിസ്ത്യാനോ റൊണാൾഡോ ഷൂട്ട് ചെയ്തിരിക്കുന്നു. ഓ ഗൈസ് അത് സേവ് ചെയ്തു ഗൈസ്. നമുക്കതുകൊണ്ട് കോർണർ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ അടിച്ചിരിക്കുന്നു, പക്ഷേ പോയി ഗൈസ്. പെപ്പെ ബോൾ പിടിച്ച്, പക്ഷേ വീണ്ടും ജോർജിയ ടീമിൻ്റെ പ്ലെയറിൻ്റെ കയ്യിലായിരിക്കുകയാണ്. എന്താണ് ഗൈസ് പറ്റുന്നത്? ഓ ഗൈസ് പെപ്പെ പാസ് കൊടുത്തിരിക്കുന്നു. ബെർണാഡോ സിൽവ റഫാലിയോയ്ക്ക് വേണ്ടി പാസ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻകമിങ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ബോൾ കിട്ടുന്നു, പക്ഷേ ആൾക്കാർ കാരണം വേൾഡ് ക്ലാസ് ആകുമ്പോൾ കുറച്ച് ഡിഫിക്കൽറ്റി അല്ലേ, അതുകൊണ്ടായിരിക്കും ഗൈസ്. പക്ഷേ ബിഗനറും അമേച്ചറൊക്കെ ഭയങ്കര ഈസിയാണ് ഗൈസ്, ഭയങ്കര ഈസിയാണ്. ഞാൻ കളിച്ചിട്ടുള്ളത് വെച്ച് ഞാൻ കളിച്ചിട്ടുണ്ട് കേട്ടോ ഫിഫ വേൾഡ് കപ്പ്. പക്ഷേ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഞാൻ ബിഗനർ യൂസ് ചെയ്തിട്ടുണ്ട്, പ്രൊഫഷണലി യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഗൈസ്. പിന്നെ ഇപ്പം ഞാൻ കളിക്കുന്ന ചെറിയൊരു സ്ക്രീൻ ആയതുകൊണ്ട് വലിയ ഗ്രാഫിക്സ് ഒന്നും കാണത്തില്ല കേട്ടോ. പക്ഷേ ഫ്യൂച്ചറിൽ ഞാൻ മീൻസ് ഗെയിമിങ് കൺസോളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഫുൾ ഗ്രാഫിക്സിൽ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഗൈസ് ഫുൾ ടൈമായി 0-0 ആണ്. അപ്പോൾ നമ്മളെന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയില്ലല്ലോ. അപ്പോൾ എനിക്ക് യൂറോ ടൂർണമെൻറ്റ് റിവാർഡ്സാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കൗട്ട് ആയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നോക്കൗട്ട് സ്റ്റേജാണ്. അപ്പോൾ ഞാൻ നോക്കൗട്ടായി. അപ്പോൾ ഞാനിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വേൾഡ് ക്ലാസ്സിലല്ലേ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, കാരണം ലെജൻഡറി കണ്ടില്ലേ ഗൈസ് ഒരു ഡണ്ണ്, കാരണം ഞാനത് ഫിനിഷ് ചെയ്തു ഫുള്ളായിട്ട്. അപ്പോൾ ഗൈസ് ഞാനിനിയും, കാരണം ആ ഒരു ഗൈസ് ഫെയിലിയർ ഇസ് എ പാർട്ട് ഓഫ് സക്സസ് എന്നല്ലേ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ബിഗിനർ മുതൽ ലെജൻഡറി വരെ ആദ്യം മുതൽ കളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ബിഗിനർ ഡിഫിക്കൽറ്റി ബിഗിനർ ആയിരിക്കും അടുത്ത പാർട്ട് 2ൽ ബിഗിനർ ആയിരിക്കും. അതുപോലെ ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഏത് ടീമാണ് ഞാൻ യൂസ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ബോക്സിലിടുക ഈ വീഡിയോയിൽ. ആ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആ കൺട്രി തന്നെ ഞാൻ ഈ ബിഗിനറിനകത്ത് യൂസ് ചെയ്യും. അതുപോലെ ആ വീഡിയോയ്ക്കകത്ത് അമേച്ചറിന് ഞാൻ ഏത് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഗൈസ് signing off and don't forget to subscribe and like. Bye.